കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ആദ്യമേ തന്നെ ഏവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിനോട് തൻ്റെ പ്രിയപുത്രനെ ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു മനോഹരമായ രംഗം ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അബ്രാഹവും ഇസഹാക്കും ഒരു സേവകനോടൊപ്പം മോറിയ മലയിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇസഹാക്ക് അബ്രാഹത്തോട് ചോദിക്കുന്ന ഒരു ഹൃദയസ്പർശമായ ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകും നമ്മുടെ കയ്യിലുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അപ്പാ, തീയും വിറകും നമ്മുടെ കയ്യിലുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ഇസഹാക്കിൻ്റെ ഈ ചോദ്യത്തിന് അബ്രാഹാം കൊടുക്കുന്ന മറുപടിയാണ് അതിലേറെ ശ്രദ്ധ. അബ്രാഹാം കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്: പ്രിയ മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നൽകും. പ്രിയ മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നൽകും. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കോഴിക്കോട്ടെ ശനിയാഴ്ച കോഴിക്കോട്ടയെ കൊണ്ടാക്കി നമ്മൾ ഓശാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഓശാന തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നൽകുന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ ഓശാന തിരുനാളും. ഈശോ സ്വർഗത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ദൈവം പഴയ നിയമ ജനത്തിന് വാഗ്ദാനം ചെയ്ത, പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത ലോകരക്ഷകനായ ബലിവസ്തുവായി, ബലിയായി തീരേണ്ട ഒരു കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് സ്വയം സമർപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ് ഓശാന തിരുനാൾ. 33 വർഷക്കാലത്തോളം ഈശോ തന്നെ ഒരുക്കിയത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. ഈശോ ജെറുസലേമിലേക്ക് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്രയാകുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ സംഭവമെന്ന് പറയുന്നത്, യഹൂദരുടെ നിയമപ്രകാരം പെസഹ കുഞ്ഞാടിനെ 4 ദിവസം മുമ്പ് ഭവനത്തിൽ സൂക്ഷിക്കും. ഈശോയും ഈ പെസഹ കുഞ്ഞാടാകേണ്ടവനാണ് താനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് താനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് താനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജെറുസലേമിലേക്ക് ഈശോ യാത്ര ചെയ്യുന്നത് ഞാനും ഒരു പെസഹ കുഞ്ഞാടാണെന്നും ദൈവഭവനത്തിൽ ബലിയർപ്പിക്കപ്പെടേണ്ട പെസഹ കുഞ്ഞാട് താനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജെറുസലേമിലേക്ക്, ദേവാലയത്തിലേക്ക് ഈശോ യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ യാത്ര ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു യാത്രയാണ്. ഈശോ യാത്ര ചെയ്യുമ്പോൾ, കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ ഈശോയെ ഹോസാന പാടി എതിരേൽക്കുന്നുണ്ട്. ഈ ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ രക്ഷിക്കുക എന്നുള്ളതാണ്. കൂടാര തിരുനാളിൻ്റെ അവസാന ദിവസം ബലിപീഠത്തിന് ചുറ്റും പ്രധാന പുരോഹിതൻ 7 തവണ വെള്ളമൊഴിച്ചുകൊണ്ട് തങ്ങളെ ക്ഷാമത്തിൽ നിന്ന്, വരൾച്ചയിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീട് കർത്താവിൻ്റെ വരവിന് വേണ്ടി, ലോകരക്ഷകൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി തീർന്നത്. ഈ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ രക്ഷിക്കണമേ എന്നാണ്. ഈ ജനക്കൂട്ടം മുഴുവൻ ഓശാന പാടി ജെറുസലേമിലേക്ക് ഈശോയെ വരവേറ്റപ്പോഴും ഇതേ പ്രാർത്ഥന തന്നെയാണ് അവർ പ്രാർത്ഥിച്ചത്, ദൈവമേ രക്ഷിക്കണമേ എന്ന്. പക്ഷെ അതിലേറ്റവും സങ്കടകരമായൊരു കാര്യം, ഈ പ്രാർത്ഥിച്ചവരിൽ ആരും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ല. ജെറുസലേമിലേക്ക് ഈശോയെ വരവേറ്റുകൊണ്ട്, ഈശോയെ വരവേൽക്കാനായിട്ട് ഹോസാന പാടിക്കൊണ്ട്, ഈശോയെ തങ്ങളുടെ വസ്ത്രം മുഴുവൻ വഴിയരികിൽ വിരിച്ചുകൊണ്ട്, വഴിയരികിലുണ്ടായിരുന്ന ഓലകളും ഇലകളും വിരിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ചവരാരും ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്നില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് ഓശാന പാടിയത് ആദ്യമായിട്ട് അന്ധനായ യാചകനാണ്.
ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥന, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള അതേ പ്രാർത്ഥന തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് വഴിയരികിലിരുന്ന അന്ധൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഹോസാന പാടിക്കൊണ്ട് വഴിയരികിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം അനുഭവിക്കാനായിട്ട് അവന് സാധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ജായറോസിൻ്റെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിയരികിൽ നിന്നുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് കർത്താവിനെ വിളിക്കുന്നത്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ നിന്ന് കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ജായറോസും ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഹോസാന തിരുനാളിന് ഒരുങ്ങുമ്പോൾ ദൈവം സ്വയം ബലിവസ്തുവായി തീരുവാനായിട്ട് ജെറുസലേമിലേക്ക് യാത്രയായതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ ഒരു ബലിയായി തീർന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാം. ഈ ജനക്കൂട്ടത്തോടൊപ്പം ഹോസാന പാടിക്കൊണ്ട് ആത്മാർത്ഥതയില്ലാതെ കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണോ നമ്മൾ? അതോ അന്ധയാചകൻ വഴിയരികിൽ നിന്നുകൊണ്ട് കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷയുടെ ഒരു അനുഭവം, ദൈവം കൂടെയുള്ളതിൻ്റെ ഒരു അനുഭവം, പ്രകാശത്തിൻ്റെ ഒരു അനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ദിവ്യകാരുണ്യ സവിധേ, നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ഹോസാന പാടാം. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഒരുപാട് അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഒരുപാട് പാപത്തിൻ്റെ മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈശോയെ, പലപ്പോഴും ഞങ്ങൾ ഈ ഹോസാന തിരുനാൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ഹോസാന വിളികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും കർത്താവേ, ചിലപ്പോഴൊക്കെ നിന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തെ പോലെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഞങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഹോസാന പാടിയത്. റോമാ സാമ്രാജ്യത്തിൻ്റെ പിടിയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരു രാജാവിനെ പ്രതീക്ഷിച്ച് ജനം ഹോസാന പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിലനിൽക്കാൻ വേണ്ടി മാത്രം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നിനക്ക് ഹോസാന പാടിയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, വഴിയരികിൽ നിന്നുകൊണ്ട് അന്ധയാചകൻ നിനക്ക് ഹോസാന പാടിയതുപോലെ ദാവീദിൻ്റെ പുത്ര ഒരു പ്രകാശമായിട്ട്, വെളിച്ചമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ എല്ലാ മേഖലകളും കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. ഈശോയുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ഹോസാനയുടെ ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകാനായിട്ട്, ദൈവം രക്ഷിക്കുന്ന ഒരനുഭവം ജീവിതത്തിലുണ്ടാകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ സവിധേ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ മേഖലകളെല്ലാം നമുക്കൊന്ന് സമർപ്പിക്കാം. ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് ഹോസാന പാടിയവരെല്ലാവരും ദൈവത്തിൽ നിന്ന് സൗഖ്യത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഈശോയെ നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നാഥ ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ പ്രകാശത്താൽ, നിൻ്റെ അനുഗ്രഹത്താൽ, വെളിച്ചത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാലാഖമാരണി ചേർന്ന് അരൂപികളായിരമായി പാരിന്നധിപതിയെ വാഴ്ത്തിടും നിതാ. മാലാഖമാരണി ചേർന്ന് അരൂപികളായിരമായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.